ഒക്ടോബർ 31 ഞാൻ ഫുൾ മോണിറ്റൈസ് ആയി, അപ്രൂവ് ആയി. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇപ്പൊ 770 മുകളിലുണ്ട് വീഡിയോസ്. സാറ് പറയും പോലെ സാറിന് ഒരു പ്ലേ ബട്ടൺ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ഒരു ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ ചെയ്യുന്നത് ഷബ്നേനാണ്. ഷബ്ന നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളാണ്. എന്തിനാണ് ഷബ്നേനെ ഇന്റർവ്യൂ ചെയ്യുന്നത് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിങ്ങനെ അച്ചീവ് ചെയ്ത ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യും, അവർക്ക് എന്താണ് പറയാനുള്ളത്, അവരുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഷബ്നയ്ക്ക് പറയാനുള്ളതൊക്കെ നമുക്ക് കേൾക്കാം. ആദ്യം തന്നെ ഷബ്നയുടെ ചാനൽ എന്താണ്, എന്തിനെ കുറിച്ചിട്ടുള്ള ചാനലാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത ചോദ്യങ്ങളിലേക്ക് ഞാൻ വരാം. അപ്പൊ എന്താണ് ചാനൽ എന്ന് പറഞ്ഞു? എന്റെ പേര് ഷബാന. എന്റെ ചാനലിന്റെ പേര് ഷബൂസ് കിച്ചൺ എന്നാണ്. ഷബിന എനിക്ക് മാറിപ്പോയതാണ് ഷബാന. ഒരുപാട് പേരങ്ങനെ മാറ്റി പറയാറുണ്ട്, അതുകൊണ്ട് എനിക്ക് അതിലൊരു വിഷയമില്ല. അതില് ചാനല് തുടങ്ങുന്നത് 2023 മാർച്ചിലാ തുടങ്ങുന്നത്. തുടങ്ങി അന്ന് മുതലേ കുക്കിംഗ് ചാനൽ തന്നെയാണ്. ചാനലിന്റെ ഇത് കണ്ടന്റ് ഒന്നും മാറ്റിയിട്ടില്ല, കുക്കിംഗ് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഷോർട്സിൽ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ കൂടി ചേർക്കുമെന്നല്ലാണ്ട് മെയിൻ ആയിട്ടുള്ള ലോങ് വീഡിയോസ് ഇപ്പോഴും കുക്കിംഗ് തന്നെയാണ്. അല്ല, ഈ ചാനൽ തുടങ്ങിയ ഡേറ്റ് എനിക്ക് എന്റെ ചാനൽ തുടങ്ങിയ ഡേറ്റ് ഒന്നും ഓർമ്മയില്ല. എനിക്കത് ഓർമ്മയുണ്ട്. 2023 മാർച്ച് 25 ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇടുന്നത്. അങ്ങനെ 2023 അല്ലേ തുടങ്ങിയത്. ഇപ്പം 2025 ആവുന്നു. അപ്പോ ഇതിന്റെ ഇടയിലുള്ള ഒരു ജേർണി എങ്ങനെയാണ്? അതായത് എങ്ങനെ ഉണ്ടായിരുന്നു യൂട്യൂബിലെ ഒരു യാത്ര എന്ന് പറഞ്ഞാല് പറ, എക്സ്പീരിയൻസ് പറ. എങ്ങനെയായിരുന്നു? സന്തോഷമായിരുന്നു, സങ്കടമായിരുന്നു, സ്ട്രെസ്സായിരുന്നു? അത്ര നല്ലൊരു ജേർണി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആദ്യത്തെ ഒരു വർഷം തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി എന്നുള്ളത് ഒരു സന്തോഷമായിരുന്നു. പക്ഷേ നമുക്ക് ഒരു ചാനൽ തുടങ്ങുമ്പോ അതിലൊരു മോണിറ്റൈസേഷൻ എന്നുള്ള ഒരു ഇത് കൂടെ ഉള്ളത് കൊണ്ട് അതിലേക്ക് എത്തണമല്ലോ. അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ടായിരുന്നു, അതൊന്നും നടന്നില്ല. ഒരുപാട് വീഡിയോസ്, ഒരുപാട് എന്റെ ചാനൽ ഏകദേശം നിറഞ്ഞ അവസ്ഥയാണ് ഇപ്പോ. ഏകദേശം എത്ര വീഡിയോ ഇട്ടിട്ടുണ്ടാവും ഈ ഒരു വർഷത്തിനിടയിൽ? ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇപ്പൊ 770 മുകളിലുണ്ട് വീഡിയോസ്. 770 മുകളിൽ വീഡിയോസ് ഉണ്ട്. അതായത് പിന്നെ അപ്പൊ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇട്ടത് ഷോർട്സ് ആണോ കൂടുതൽ ഇട്ടത്, ലോങ് ആണോ? ഷോർട്സ് ഒന്ന് നിസ്സംശയം പറയാം. കാരണം ഡെയിലി 3 ഷോർട്സ് വീതം ഇടുമായിരുന്നു. 3 ഇടാൻ പറ്റിയില്ലെങ്കിൽ എന്തായാലും 2 മസ്റ്റ് ആയിട്ട് ഇടുമായിരുന്നു. അത് ലോങ് വീഡിയോസ് ഇടുന്ന ദിവസങ്ങളിലും ഷോർട്സ് ഇടുമായിരുന്നു. എങ്ങനെയാണ് ഈ ഡെയിലി 2 ഒപ്പിക്കുന്നത്? എങ്ങനെയാണ് ഈ ഷോർട്സ് ഒക്കെ ചെയ്തിട്ട്? കാരണം എനിക്കത് 1-2 എഡിറ്റ് ചെയ്യാൻ തന്നെ ഭയങ്കര പണിയാണ്. വീഡിയോ ഷൂട്ട് ചെയ്യണം. എങ്ങനെയാണ് അത്രയും സ്ട്രഗിൾ ആയിട്ട് ഇടുന്നത്? എന്തിനായിരുന്നു അങ്ങനെ 2-3 ഇട്ടത്? ആരെങ്കിലും പറഞ്ഞു ഇങ്ങനെ 3 ഇത് ചാനൽ തുടങ്ങിയപ്പോ തന്നെ നമ്മൾ യൂട്യൂബിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് പല യൂട്യൂബ് ടിപ്സ് പറയുന്നവരുടെ ചാനലുകൾ നോക്കുമല്ലോ. അങ്ങനെ നോക്കിയപ്പോ അതിൽ എല്ലാവരും ഒരൊറ്റ സ്വരത്തിൽ പറഞ്ഞ കാര്യമാണ് ഷോർട്സ് ഇടുക, ഡെയിലി 3 ഷോർട്സ് വീതം ഇടുക. അപ്പോൾ നമ്മുടെ ചാനൽ റീച്ചായി വരും, സബ്സ്ക്രൈബേഴ്സ് വരും. അപ്പൊ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോ ഗ്രാജുവലി നമുക്ക് വാച്ച് അവർ കിട്ടുമെന്നാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അല്ല, എന്റെ സബ്സ്ക്രൈബേഴ്സ് വന്നു ചോദിക്കുന്നു. അങ്ങനെ ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സ് വന്നു, പക്ഷെ അങ്ങനെ വരുന്ന സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ലോങ് വീഡിയോസ് കാണുന്നില്ല. അപ്പൊ അങ്ങനെ ഇവിടെ വരെ എത്തി. എന്നിട്ട് ഇപ്പൊ എത്ര മാസം കൊണ്ടാണ് മോണിറ്റൈസേഷൻ ആയത്? എത്ര ടൈം എടുത്തു? ഇപ്പൊ റീസെന്റ് നമ്മൾ ചേഞ്ചസ് വരുത്തിയപ്പോ, ചേഞ്ചസിനെ കുറിച്ച് പറയാം. ആ ചേഞ്ച് വരുത്തിയപ്പോ എത്ര ടൈമിനുള്ളിൽ മോണിറ്റൈസേഷൻ ആയി? അതുകൊണ്ട് ജൂലൈ ലാസ്റ്റ് വീക്കിലാണ് ഞാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 31 ഞാൻ ഫുൾ മോണിറ്റൈസ് ആയി, അപ്രൂവ് ആയി. ഒക്ടോബർ 20 ഹാഫ് മോണിറ്റൈസ് ആയി. 10 ദിവസം കൊണ്ട് ഫുൾ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഏകദേശം 1 മാസം എടുത്തിട്ടുണ്ടാവും അല്ലെ? പിന്നെ മോണിറ്റൈസേഷൻ ആവാൻ കൂടിയാൽ. അതെ, ഏകദേശം ഒരു മാസത്തോളം കൊണ്ടാണ് എനിക്ക് പെട്ടെന്നൊരു ഗ്രോത്ത് ഉണ്ടായി അങ്ങ് ചാനൽ മോണിറ്റൈസ് ആയത്. അല്ല, അപ്പൊ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഈ 2 വർഷം കൊണ്ട് ചെയ്തത് ഇപ്പൊ 1 മാസം കൊണ്ട് എങ്ങനെ ചേഞ്ച് ആയി എന്നുള്ളതാണ് പലരും ചോദിക്കണ്ടാവും. അപ്പൊ കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ വർഷങ്ങളോളം ഒരേ തെറ്റ് ചെയ്തുകൊണ്ട് വരുന്നു.
ആ തെറ്റിനെ മനസ്സിലാക്കി മാറ്റം വരുത്തിയപ്പോൾ ശരിയായി. ഇനി എന്തായിരുന്നു ആ തെറ്റ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. കാരണം അവർക്ക് ഇപ്പം തന്നെ മനസ്സിലൊരു ചോദ്യം വന്നു, എന്തായാലും എന്ത് ചെയ്തിട്ടായിരിക്കും ഇവിടെ മോണിറ്റൈസേഷൻ ആയത്. അത് ഒരു തെറ്റ് പറയാം, പിന്നെ നമ്മൾ ചേഞ്ച് വരുത്തിയ കാര്യമുണ്ട് അതും പറയാം. അപ്പൊ ആദ്യം എന്താണ് ആ തെറ്റ് ചെയ്തത്, അത് എങ്ങനെ എഫക്ട് ചെയ്തു ചാനലിന് എന്നുള്ളത് പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതിന് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞാൽ മതി. ഷോർട്സ് ഇട്ടു. ഷോർട്സ് ഇടുക എന്ന് വെച്ചാല് ഷോർട്സുകള് ഒരുപാട് ഷോർട്സ് ഇടുന്നതിനനുസരിച്ച് ലോങ് വീഡിയോസ് അവിടെ കിടക്കുകയാണ്. ഷോർട്സ് ഡെയിലി 3 ഷോർട്സ് വീതം ഇടുമ്പോൾ ഷോർട്സിനെ മാത്രം യൂട്യൂബ് പ്രൊമോട്ട് ചെയ്ത് വിടും. അതും ഏകദേശം ഒരു 2K 3K ഒക്കെ ആവുമ്പോൾ അവിടെ സ്റ്റക്ക് ആവുന്നുണ്ട്. പിന്നെ അതിലും സാറ് പറയുമ്പോഴാണ് എൻഗേജ്ഡ് വ്യൂസ് എന്നൊരു സാധനം ഉണ്ട് എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് മുൻപ് വരെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ആ ഷോർട്സിനൊക്കെ നല്ല വ്യൂ ഉണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെ ഈ കണ്ടിന്യൂസ്ലി ഷോർട്സിന് വ്യൂ വരുന്നത് കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ഓ ക്യാഷ് ഒക്കെ കിട്ടി തുടങ്ങിയായിരിക്കുമല്ലേ എന്ന്. ക്യാഷിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥ പോലും ഇല്ല. എന്താ ഷോർട്സിന് എത്രയാണ് വ്യൂസ് വന്നിരുന്നത് അപ്പം ഇടുമ്പോൾ ഓരോ വീഡിയോസ്? ഷോർട്സിന് മിനിമം ഒരു 2K ഒക്കെ വരാറുണ്ടായിരുന്നു. ഒരു 1K 2K മിനിമം കിട്ടും. എൻഗേജ്ഡ് പകുതിയായിരിക്കും, അത്രേ ഉണ്ടാവാറുള്ളൂ. അതെ, കുറവായിരിക്കും. നല്ല കുറവായിരിക്കും. ഏകദേശം ഞാൻ ഈ അടുത്തൊക്കെയാണ് പല ഷോർട്സും നോക്കുന്നത്. അന്ന് 20K ഒക്കെ കിട്ടിയ ഷോർട്സ് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ നേർ പകുതിയാണ് അതിൽ എൻഗേജ്ഡ് വ്യൂസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ടും യാതൊരു തരത്തിലുള്ള ഗുണവും എന്റെ ചാനലിൽ ഉണ്ടായില്ല. പിന്നെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി, അതില്ല എന്ന് പറയുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൊണ്ട് മാത്രമായിട്ട് വിജയിക്കില്ലല്ലോ. അതിലൊരു മറുവശം കൂടെ ഉണ്ടല്ലോ. ആ വശം കൂടി ക്ലിയർ ആയെങ്കിലല്ലേ ചാനൽ സക്സസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതെ. അല്ല, അപ്പൊ പിന്നെ മൊത്തത്തില് വാച്ച് അവർ നോക്കാറുണ്ടായിരുന്നില്ലേ ഷോർട്സ് ഇടുന്ന സമയത്ത്? വാച്ച് അവർ കാണൂല. അപ്പം അത് വെച്ചിട്ട് മോണിറ്റൈസേഷൻ ആവാൻ പറ്റും എന്ന് വിചാരിച്ചിരുന്നു. അതുകൊണ്ട് മോണിറ്റൈസേഷൻ ഇത് നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രതീക്ഷയിലല്ലേ സാർ പോകുന്നത്. ചിലപ്പോ ഇങ്ങനെ വരുന്നവരിനി ചിലപ്പോ അടുത്തൊരു ദിവസം വീണ്ടും ഏതെങ്കിലുമൊക്കെ വീഡിയോസ് കണ്ടിട്ട് വാച്ച് അവർ കിട്ടുമായിരിക്കും എന്നിങ്ങനെ കരുതുന്നുണ്ട്. പക്ഷെ അതൊന്നും വിജയിക്കുന്നില്ല എന്ന് ഒരു മനസ്സിലായപ്പോഴാണ് ഞാൻ ഗ്രൂപ്പിലേക്ക് വരുന്നത്. അല്ല, ഈ ഗ്രൂപ്പിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോഴും ആൾക്കാരോട് പറയുന്ന ഒരു കാര്യം, ഇപ്പൊ എന്റെ ഒരു ഗ്രൂപ്പിലേക്ക് ആൾക്കാർ വരുന്നത് ഞാൻ കാണുന്ന രീതി എന്ന് പറഞ്ഞാല്, പിന്നെ ഒരാൾക്ക് യൂട്യൂബിൽ എന്തൊക്കെ ചേഞ്ചസ് വരാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തിപ്പെടാനുണ്ടെങ്കിൽ യാദൃശികമായിട്ട് ഗ്രൂപ്പിലേക്ക് വന്നു പെടുന്നു. അവിടെ നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ട് പലരും സക്സസ് ആയിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇതിന്റെ പ്രധാന കാരണം അവരിതുവരെ ചെയ്ത മണ്ടത്തരങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് മാറ്റുന്നു, ഏതെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കുറെ ആൾക്കാർ അങ്ങനെ വന്നിട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന, സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഗ്രൂപ്പിന്റെ മഹത്വം പറഞ്ഞതല്ല, പക്ഷെ എങ്ങനെയാണ് ഒരാൾ ഭയങ്കരമായിട്ട് സക്സസിനെ ആഗ്രഹിക്കുമ്പോൾ ഇവിടേക്ക് എത്തപ്പെടും. അപ്പോ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഗ്രൂപ്പിൽ കണ്ടത്? എങ്ങനെയാണ് ഇപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ട് ഗ്രൂപ്പിൽ വന്നാണോ? എങ്ങനെയാണ് ആ ഗ്രൂപ്പിലേക്ക് എൻട്രി? ഞാൻ ഒരു ഡിസംബർ ടൈമോട് കൂടി 2024 ഡിസംബറോട് കൂടി ഞാൻ സാബ് സ്റ്റോക്ക് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ സാറിന്റെ വീഡിയോസ് കാണാറുണ്ട്, അതിങ്ങനെ കണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ജനുവരിയിൽ എനിക്ക് ഗ്രൂപ്പിൽ ചേരണം എന്നുള്ള മോഹം തോന്നിയിട്ട് ഞാൻ സാറിന് മെസ്സേജ് അയച്ചു. എന്നിട്ട് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇല്ല, ഞാൻ സ്വന്തമായിട്ട് ഞാൻ ഈ മണ്ടത്തരം തന്നെ പിന്നെയും ചെയ്യുമെന്ന് കരുതിയിട്ട് അങ്ങനെ പോയി. പിന്നെ വീണ്ടും ഞാൻ മാർച്ചിൽ വന്നു. മാർച്ചിലും ഞാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തില്ല. അവസാനം പിന്നെ ജൂലൈയിൽ വന്നപ്പോഴാ എനിക്കതിൽ ചേരാനുള്ള ഒരു അവസരം കിട്ടിയത്. അന്ന് ആ ഡിസംബറിലോ ജനുവരിയിലോ ഒക്കെ ചേർന്നിരുന്നെങ്കിൽ എന്നേ ഞാൻ രക്ഷപ്പെട്ടേലേ. പക്ഷെ അതിനൊന്നും അന്ന് എനിക്ക് തോന്നിയില്ല. ജൂലൈയിലാണ് ഞാൻ ചേരുന്നത്. സാറിന്റെ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ വരുന്നത്. പിന്നെ ഞാൻ ചിന്തിച്ചു കേട്ടോ, ഇതില് ഈ സാധാരണ യൂട്യൂബ് ടിപ്സ് ഒക്കെ പറയുന്നവർക്ക് ഒരുപാട് വലിയ ചാനലുകളാണല്ലോ ഉള്ളത്, ഇതിലെന്താ ഇത്രയും വലിയൊരു ഡെവലപ്മെന്റ്സ് ഇല്ലാത്തതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. സാറ് പറയും പോലെ സാറിന് ഒരു പ്ലേ ബട്ടൺ ഒന്നും ഇല്ലല്ലോ. പക്ഷെ പ്ലേ ബട്ടണിലൊന്നും അല്ല കാര്യം എന്നുള്ളത് എനിക്ക് നമ്മുടെ ഗ്രൂപ്പ് കൊണ്ട് മനസ്സിലായി. അത് ആക്ച്വലി രണ്ട് രീതിയിൽ ഇപ്പം ഒരു ടിപ്സ് ചാനൽ രണ്ട് രീതി കൊണ്ടു. ഒന്ന്, ഒരു രീതി എന്ന് പറയുന്നത് എന്റെ പേഴ്സണൽ ഗ്രോത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ടിപ്സ് പറയും. എന്റെ പേഴ്സണൽ ഗ്രോത്ത് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഓരോ വീഡിയോസിനും 10,000, 20,000, 30,000 വ്യൂസ് എത്തിക്കൊണ്ട് മുന്നോട്ട് പോകും.
ഉറപ്പായിട്ടും ഞാൻ സക്സസ് ആവും, എനിക്ക് കൂടുതൽ പൈസ കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ആളുകൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കുക. എന്താണ് ഇതിന്റെ സീക്രട്ട്, എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പറയുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ആളുകൾ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം നമ്മൾ തമ്മിൽ എഴുതിയിരിക്കുന്നതും അവർ ചിന്തിക്കുന്നത് തമ്മിൽ മാച്ച് ആവാത്ത സമയത്ത് അവർ കാണും. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത് എന്റെ ചാനലിന്റെ ഒരു പ്രശ്നമായിട്ട്. പക്ഷെ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ ഞാൻ അധികം ആഗ്രഹിക്കുന്നില്ല. കാരണം എന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് എന്നെ കൊണ്ട് ആർക്കെങ്കിലും അവരുടെ ലൈഫിലോ അവരുടെ ഫാമിലിയിലോ ഒരു ചേഞ്ചസ് ഉണ്ടാവുക എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം. അതിനാണ് ഞാൻ സബ്സ്ക്രൈബ് തുടങ്ങിയത്. റവന്യൂ ഉണ്ടാക്കാനാണെങ്കിൽ എനിക്ക് മോണിറ്റൈസേഷൻ ആയ 4 ചാനൽ ഇപ്പോഴും പെൻഡിങ് കിടക്കുക. അതിൽ ഏതെങ്കിലും ഒരു വീഡിയോട്ട് കയറി പോകും. അപ്പം അതാണ് ഞാനിപ്പോഴും നെക്സ്റ്റ് പ്ലാൻ അതാണ്. അതായത് വേറെ ചാനലുണ്ട് മോണിറ്റൈസേഷൻ ആയത്, അതിനെ ഒന്ന് ആക്റ്റീവ് ഒക്കെ എടുത്ത് റവന്യൂ കാര്യങ്ങൾ റവന്യൂ വരുന്ന വഴികളൊക്കെ അതിൽ മാറ്റിയിട്ട് ഇതിനെ ഇതേപോലെ ജെന്യൂൻ ആയിട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. മറ്റുള്ളവർ തട്ടിപ്പൊന്നും ഞാൻ പറയുന്നത്, ഞാൻ പറയുന്ന ടോപ്പിക് അവരുടെ ടോപ്പിക്ക് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ടോപ്പിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ആൾക്കാർ മനസ്സിലായി വരും ഇവനെന്താണ് ഈ പറയുന്നത്. അല്ല അങ്ങനെ തന്നെയല്ലേ പെട്ടെന്ന് വിചാരിക്കും. തീർച്ചയായും. പക്ഷെ നമ്മള് അതെന്താണെന്ന് അറിയില്ല സാർ. നമ്മൾ സക്സസ് ആവണം എന്ന് ചിന്തിക്കുന്ന ഒരു ആൾക്കാർ എന്തായാലും അതിലേക്ക് വന്ന് ചേരും. അതിനുള്ള വലിയൊരു ഉദാഹരണമാണ് ഞാനൊക്കെ. ഞാൻ വേറെയും പല ചാനലുകൾ കണ്ടിട്ട് അതിൽ പക്ഷെ ഒന്നിനും ഞാൻ മെസ്സേജ് കൂടി അയച്ചിട്ടില്ല, ആർക്കും മെസ്സേജ് അയച്ചിട്ടില്ല. പലപ്പോഴും ആ നമ്പറൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. സാറിനാണ് ആദ്യമായിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് തന്നെ. നമ്മൾ സക്സസ് ആവണമെങ്കിൽ നമ്മൾ കറക്റ്റ് പ്ലേസിൽ വന്ന് ചേരും. ഇതിന് ഇതേ ഡയലോഗ് പറഞ്ഞ ഒരാൾ എനിക്ക് ഓർമ്മയുണ്ട്. ഇതേപോലെ തന്നെ നമ്മള് പിന്നെ പോഡ്കാസ്റ്റില് ഒരാൾ പറഞ്ഞ നമ്മള് രജിത ദലായി പറഞ്ഞ ഇതേപോലെ ഞാൻ ആദ്യം സാറിന്റെ ചാനൽ കണ്ടു, വന്നിട്ടില്ല. ചാനൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് വന്നിട്ടില്ല. പിന്നെ 2ാമത്തെ മാസം വന്നിട്ടില്ല. എനിക്ക് ആളെ അറിയാം, ആൾ സിനിമയായിട്ട് എനിക്ക് കമന്റ് ചെയ്യാറുണ്ട്. അങ്ങനെ 3-4 മാസം, എനിക്കൊന്ന് 6 മാസം എടുത്തിട്ടാണ് അവസാനം എനിക്ക് പിന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്തു. എന്നിട്ട് മോണിറ്റൈസേഷൻ ആയി. അതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പൊ ഇത് സെയിം സ്റ്റോറി തന്നെയാണ്. അതായത് ഇതേ സ്റ്റോറി തന്നെ 2ാമത് റിപ്പീറ്റ് ചെയ്യുന്നത്. പലർക്കും എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെയാണ്. അപ്പം ഇപ്പോഴും ആളുകൾ വിചാരിക്കും ഞാനിത് പറയുമ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന് പലരും വിചാരിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പൊ നിലവിലുള്ള ഗ്രൂപ്പ് ഞാൻ ഡിസംബർ വരെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനുശേഷമാണ് പുതിയ പ്ലാൻസ് ഒക്കെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പൊതുവെ ഇപ്പം ഞാൻ ഈ പോഡ്കാസ്റ്റ് ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ 2 പേര് സംസാരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതൊരു ഗ്രൂപ്പിലേക്ക് ആളെ ചേർക്കാനുള്ള പ്ലാനഡ് ആയിട്ടുള്ള പരിപാടിയാണെന്ന് ഇരിക്കുന്നത്. ഇനി ഞാൻ സാറിന് എനിക്ക് വല്ല ക്യാഷ് വല്ലതും തന്ന് ഞാനിനി പറയിക്കുകയാണോ എന്ന് ചിന്തിക്കും ചിലപ്പോഴെങ്കിലും ഒക്കെ. ആരെങ്കിലും ഒക്കെ അങ്ങനെ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ടല്ലോ. അതെ, ഇപ്പൊ ഞാൻ ആക്ച്വലി ഗ്രൂപ്പ് ഡിസംബർ വരെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഒരു മാസമേ ഉള്ളൂ. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഞാൻ ഈ പ്രോഗ്രാം കാണുന്നവർക്ക് ചിലവർക്കെങ്കിലും ജെന്യൂൻ ആയിട്ട് താല്പര്യമുണ്ട്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് നമ്മുടെ പുതിയൊരു ക്ലാസ് നടക്കുന്നുണ്ട്. പിന്നെ ഈ വീക്ക് തന്നെ നെക്സ്റ്റ് വീക്കായിട്ട് നടക്കും. അപ്പൊ അതിലും നമ്മുടെ തമ്പനയിലിന്റെ കോഴ്സിലും ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗ്രൂപ്പിലേക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഉണ്ടാക്കാം. ഗ്രൂപ്പിലേക്ക് ഫ്രീ ആയിട്ട് ഇടാക്കാം. തമ്പനയിലും മറ്റേതിന്റെ പേയ്മെന്റ് നമുക്ക് ചെറിയൊരു പേയ്മെന്റ് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ഇടാക്കാന്ന് വിചാരിക്കുന്നത്. എന്തിനാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നതെന്ന് വിചാരിച്ചാൽ എനിക്ക് പൈസ കിട്ടാനല്ല. ഞാൻ നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ക്ലാസ് എനിക്ക് തന്നെ തോന്നി, പല പ്രാവശ്യമായിട്ട് എനിക്ക് തോന്നി എന്തറിയോ, ഇത് കിട്ടുന്ന ക്ലാസ് ആയിരിക്കും, ഈ സംഭവം പൊളിക്കും എന്ന് എനിക്ക് ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് ഉള്ള ഒരു ക്ലാസ് ആണ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത്. അത് എന്തുകൊണ്ടല്ല, ആ ടോപ്പിക് ഒരു വർഷമായിട്ട് ഞാൻ അത് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ സാഹചര്യം ഒത്തു വന്നില്ല. പക്ഷെ ഇപ്പോഴാണ് അതിന്റെ കൂടെ വേറെ ടോപ്പിക് കൂടി കയറി വന്നപ്പോൾ ഇതിനെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിൾ ആയിട്ട് ഞാൻ പറയാന്നുണ്ടെങ്കിൽ, പിന്നെ ഇപ്പൊ ഞാൻ പറയാം, ഷബാനാന്റെ വീഡിയോ യൂട്യൂബിൽ ചാനലിൽ വീഡിയോസ് ഇടുന്ന രീതിയുണ്ട്. എന്നും ഒരുപോലെ കുക്കിംഗ് വീഡിയോ ഇടുകയാണ് ചെയ്യുന്നത്. പക്ഷെ എപ്പോഴാണ് ചേഞ്ച് വന്നതെന്ന് വെച്ചാല്, ഇടക്ക് മീഷോയുടെ വീഡിയോ ഇട്ടപ്പോ അത് കയറിപ്പോയി 45,000 കെ. അത് സാധാരണ പോകുന്ന പാറ്റേണിന് വ്യത്യാസമായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ആ സ്ട്രാറ്റജി എന്താണ് എന്നാണ്. അപ്പൊ നെക്സ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, 2 മാറ്റങ്ങൾ വരുത്തി എന്ന് പറഞ്ഞു. ഒന്ന്, ഷോർട്സിനെ സ്റ്റോപ്പ് ചെയ്തു, ഷോർട്സ് ഇടുന്നത് നിർത്തി. അപ്പൊ ഷോർട്സ് ഇടുന്നത് നിർത്തിയപ്പോ പിന്നെ ഉടൻ തന്നെ ലോങ് വീഡിയോ കയറിപ്പോയോ? അല്ല,
ലോങ് വീഡിയോ കൂടി സ്റ്റക്കായി. സാധാരണ അതിലേക്ക് സംഭവിക്കുക ഷോർട്ട് നിർത്തിയ പാട് ലോങ് വീഡിയോ സ്റ്റക്കാവും, രണ്ടും സ്റ്റക്കാവും. അപ്പൊ എങ്ങനെയായിരുന്നു അത് ഉണ്ടായത്? ഷോർട്സ് നിർത്തിയിട്ടും ഞാൻ ലോങ് വീഡിയോസ് നോക്കുമ്പോൾ അതിൽ വലിയ ഗ്രോത്ത് ഒന്നും കാണുന്നില്ല. ആ സെയിം ഒരു ലെവലിൽ തന്നെയാണ് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഗ്രാജുവലി അതിലൊരു മാറ്റം ഉണ്ടായിരുന്നു. ഗ്രാജുവലി ഇങ്ങനെ കുറേശ്ശെ എന്നും വരുന്നതിൽ നിന്ന് കുറേശ്ശെ ഇങ്ങനെ വ്യൂ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡ്യൂറേഷനിൽ കുറേശ്ശെ വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നും വീഡിയോസ് ഇടുമ്പോൾ എല്ലാ ആരോസും അപ്പ് ആവാതിരുന്ന് ഡൗണിലായി കിടന്നിരുന്ന ആരോസ് എല്ലാം ആദ്യം ടിക്ക് മാർക്ക് വന്നു തുടങ്ങി, പിന്നെ അത് അപ്പായി തുടങ്ങി. അങ്ങനെ ഗ്രാജുവലി ആയിരുന്നു ഒരു മാറ്റം ഉണ്ടായത്. ഓഗസ്റ്റോട് കൂടിയൊക്കെ ഞാൻ ഈ വീഡിയോ ഷോർട്സ് ഇടൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ എന്നിട്ട് സെപ്റ്റംബർ ലാസ്റ്റോട് കൂടിയൊക്കെയാണ് വീഡിയോസിന് വ്യൂ വന്ന് തുടങ്ങുന്നത്. മീഷോയാണ് എന്റെ ചാനലിനെ മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന്റെ കൂടെ ചില വീഡിയോസും അല്ലാണ്ട് കയറി പോകുന്നുണ്ടായിരുന്നു. കുക്കിംഗ് വീഡിയോസും ചിലതൊക്കെ നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ തമ്പനയിലിന്റെ മാറ്റം, അതെ. അപ്പൊ അതൊരു തമ്പനയിലെ മാറ്റം കൂടി എന്താണ് ചെയ്തതെന്നും കൂടി പറഞ്ഞു കൊടുത്തേക്ക്. അപ്പൊ ആളുകൾക്ക് രണ്ട് കാര്യങ്ങളാണ് ഈ ചാനൽ ചെയ്തത്. ഒന്ന്, ഷോർട്സ് ഇടുന്നത് നിർത്തി. രണ്ടാമത് തമ്പനയിൽ അപ്ഡേറ്റ് ചെയ്ത്, അതായത് അപ്ഡേറ്റ് ചെയ്താൽ പുതിയ റീഡിസൈൻ ചെയ്ത് പുതിയ രീതിയിലേക്ക് ചെയ്യാൻ തുടങ്ങി. അത് ഒരുപാട് ആളുകൾക്ക് മാറ്റം ഉണ്ടായിരുന്നായിരിക്കും. ഒരാളാണ് ഷബാന. അപ്പൊ തമ്പനയിലെ മാറ്റങ്ങളെ കുറിച്ചിട്ട് പറയാം. എന്തൊക്കെ ചെയ്തു, എങ്ങനെയായിരുന്നു അത് ചാനലിനെ എഫക്ട് ചെയ്തത്? ഈ തമ്പനയിലിന് വീഡിയോസിൽ ഇത്രയും പ്രാധാന്യം ഉണ്ട് എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അത്രയ്ക്ക് ഞാൻ ഏതോ ഒരു ഞാൻ പറയുന്നത് ചാത്തൻ ആപ്പ് എന്നാ ഞാൻ പറയാറ്. അങ്ങനെ ഒരു ആപ്പിൽ എടുത്ത് വളരെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഒരു തമ്പനയിൽ സെറ്റ് ചെയ്യും. വീഡിയോ എല്ലാം ചെയ്ത് ലാസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ട് അങ്ങ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോ ഞാൻ ഇതേപോലെ ഗ്രൂപ്പിൽ വന്നപ്പോൾ സാറിനോട് പറഞ്ഞു, തമ്പനയിൽ കൂടി ശ്രദ്ധിക്ക്, വീഡിയോസ് ഒക്കെ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ തമ്പനയിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തമ്പനയിൽ ഗ്രൂപ്പിൽ ചേരുന്നത്. ഞാൻ അവിടെ ചെന്നില്ല ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നമ്മുടെ തമ്പനയിൽ ഗ്രൂപ്പിൽ ഓരോരുത്തരുടെ തമ്പനയിലിന്റെ ഒക്കെ ഫോട്ടോസ് വരുമ്പോൾ ഞാനിങ്ങനെ വണ്ടറടിച്ചിരുന്ന് പോയിട്ടുണ്ട്. കാരണം ഞാൻ എന്താണ് ഈ ചെയ്ത് വെക്കുന്നത്, ഓരോരുത്തര് സാറിന്റെ ക്ലാസ്സുകൾ കണ്ടിട്ട് ചെയ്തിടുന്നത് എന്തൊക്കെയാണ് എന്ന് കണ്ട് ഞാൻ ആകെ കിളിപോയ അവസ്ഥയിലായിരുന്നു. പിന്നെ ആ ക്ലാസ്സുകൾ ഓരോന്നായിട്ട് കണ്ടിട്ട് ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഡൗട്ട് വരും, വീണ്ടും പോയി ആ വീഡിയോസ് കാണാറുണ്ട്. അങ്ങനെ തമ്പനയിൽ ചേഞ്ച് ചെയ്ത്, പിന്നെ നമ്മൾ ഈ തമ്പനയിൽ ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ കൊണ്ടിടുമ്പോൾ അതിലുള്ള ആൾക്കാരെല്ലാം സജഷൻസ് പറഞ്ഞു തരും. അതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്ത് തമ്പനയിൽസ് ഇടുന്നതിനനുസരിച്ച് അതിൽ മാറ്റം ഉണ്ടാവും. പക്ഷെ എല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് മാറില്ല. കുറേശ്ശെ ആയിട്ട് മാറ്റങ്ങൾ ഉണ്ടായി നന്നായിട്ട് നമ്മുടെ വീഡിയോസ് ഓടിത്തുടങ്ങും. ഏറ്റവും കൂടുതൽ വ്യൂസ് എത്ര വന്നു ഈ ലാസ്റ്റ് മന്ത്? ഇപ്പോ 48K ഒരു വീഡിയോ റണ്ണിങ് ആണ്. ഇപ്പോഴും റണ്ണിങ് ആണല്ലേ 48? അതിപ്പോഴും റണ്ണിങ് ആണ്. അപ്പൊ അതിന്റെ ആ ഒരു സ്പീഡ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഡെയിലി ഒരു 50-70 വ്യൂ ഇതൊക്കെ വരുന്നുണ്ട്. അല്ല, അത് അങ്ങനെ വരുമ്പോൾ ഒരു ഗുണം എന്താ പറയുക, പുതിയ വീഡിയോസിന് അത് എഫക്ട് ചെയ്യും. അതായത് ആ 45K ആൾക്കാർ വരുമ്പോൾ അവർക്ക് പഴയ വീഡിയോസ് കൂടി സജസ്റ്റ് ആയി കൊണ്ടിരിക്കുക. അപ്പൊ അവർക്ക് ഇങ്ങനെ ഇടക്കിടക്ക് അവർ മറ്റു വീഡിയോസിലും കൂടി ആൾക്കാർ വരും. അതാണ് ഈ ഒരു വീഡിയോ കയറിപ്പോയാലുള്ള ഗുണം. അത് പോയ ആളുകൾക്ക് മറ്റേതിങ്ങനെ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും യൂട്യൂബ്. ഒരു ലൈക്ക് എങ്കിലും അവർ അടിച്ചു കഴിഞ്ഞാൽ വരും. അപ്പൊ റവന്യൂ എന്തായി? റവന്യൂ എന്തെങ്കിലും കയറിയോ, അതോ പിന്നെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ പൈസ കയറിയിട്ട്? ഏകദേശം ഒരു $5 എത്തിയിട്ടുണ്ട്. $5 എത്തിയിട്ടില്ല, $5 എത്തിയിട്ടുണ്ട്. അത് വന്നോളൂ. ഇപ്പം മോണിറ്റൈസേഷൻ ആയി കുറച്ചിലായത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ പോകുന്ന അതാണ്. 2026 എന്ന് പറഞ്ഞാൽ യൂട്യൂബിന്റെ ഒരു സുവർണ്ണകാലം, ഈ രാജകാലഘട്ടം എന്നെല്ലാം പറഞ്ഞ പോലെ സുവർണ്ണ കാലഘട്ടം എന്നെല്ലാം പറയുന്ന പോലത്തെ ഒരു ടൈം ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം യൂട്യൂബിൽ അത്രയും അപ്ഡേറ്റ്സ്, അത്രയും കാര്യങ്ങൾ. പോരാത്തതിന് ഈ പണം ഉണ്ടാക്കുക, അല്ലെ പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ യൂട്യൂബ് ഒരുപാട് പുതിയ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ക്രിയേറ്ററായ ആൾക്ക് സമ്പാദിക്കാൻ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള, കുറച്ചുകൂടി പൈസ കിട്ടാനുള്ള വഴികൾ യൂട്യൂബ് തുറന്നു തരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഇയറോട് കൂടി അതെല്ലാം വരും, ഓരോ ഓപ്ഷൻ. അതിപ്പോ നെക്സ്റ്റ് വീഡിയോ ഞാൻ അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഇപ്പൊ ഇന്നലെ ഒരു ഹിന്ദി യൂട്യൂബറിന്റെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. ഒരു കോഴ്സ് ഞാൻ നോക്കിയ സമയത്ത് കണ്ടത് ആൾക്ക് 1.5 ലക്ഷം രൂപയായിട്ടാണ് മാസം കിട്ടുന്നത് യൂട്യൂബിൽ. അപ്പൊ അതില് പിന്നെ ഏകദേശം ഒരു പകുതിയോളം പൈസ
ഇതിൽ അഫിലിയേഷൻ എന്നാണ്, അഫിലിയേഷൻ മാർക്കറ്റിംഗ് എന്നാണ് വരുന്നത്. അതിന്റെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് പിന്നെ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി എന്താണ് പിന്നെ നെക്സ്റ്റ് വീഡിയോസ് ചെയ്യാൻ പ്ലാൻ എങ്ങനെയാണ്? യൂട്യൂബിന്റെ മുന്നോട്ടേക്കുള്ള പ്ലാൻ എന്താണ്? എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പ്ലാൻ ഉണ്ടോ? പുതിയ ചില ആൾക്കാർ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ പുതിയ ഫോണൊക്കെ വാങ്ങിച്ച് കുറച്ച് ക്വാളിറ്റി ഒക്കെ കൂട്ടാൻ എന്തെങ്കിലും പരിപാടി പ്ലാൻ ഉണ്ടോ? അങ്ങനെ ഒരു പ്ലാൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു പ്ലാൻ ഉണ്ട്. ഒരു ഫോൺ കൂടി വാങ്ങണമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടി വാങ്ങണമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. കുറച്ചുകൂടെ അത് ക്യാമറ ക്ലാരിറ്റി ഉള്ളത്, അത് സ്വന്തം ഏണിങ്സിൽ നിന്ന് വാങ്ങണമെന്നാണ് ആഗ്രഹം. അപ്പം അത് എത്രത്തോളം നടക്കുമെന്നുള്ള കാര്യമാണ് ഞാൻ ആദ്യം നോക്കുന്നത്. സ്വന്തം ഏണിങ്സിൽ നിന്നാകുമ്പോൾ കുറച്ചുകൂടി അതിനൊരു പവർ ഉണ്ടാവുമല്ലോ. അത് നടക്കും. അത് ഇപ്പം റീസെന്റ് ആയിട്ട് കയറിപ്പോയ പോലെയുള്ള വീഡിയോസ് ഒരു 2-3 ചെയ്താൽ ഇതിപ്പോ 45K 1 lakh 2 lakhs ഒക്കെ വ്യൂസ് വന്നാൽ കുറെയൊക്കെ റവന്യൂ വരും. അതെ, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിനിടയ്ക്ക് എത്രയൊക്കെ ശ്രദ്ധിച്ചാലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഇതിൽ വരും. അത് നന്നായിട്ട് അതിന്റെ വ്യൂയെ അങ്ങ് അഫക്റ്റ് ചെയ്യും. അങ്ങനെ എനിക്ക് കഴിഞ്ഞ ആഴ്ച 1-2 അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്റെ വ്യൂസ് ഒക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ ആഴ്ച ഒന്ന് മേക്കപ്പ് ചെയ്ത് വരുന്നു. അല്ല, ചില വീഡിയോസിന്റെ വ്യൂസ് കുറയും. അത് സ്വാഭാവികമായിട്ട് എന്റേതിനും 500, 300, 400 ഒക്കെ ഉള്ള വ്യൂസ് ഒക്കെ ഉള്ളതുണ്ട്. അത് തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പിന്നീട് ഇടുന്ന വീഡിയോസിനെ കൂടി വരുന്നതുമുണ്ട്. അപ്പൊ അതൊന്നും കാര്യമാക്കാണ്ടാന്നാണ് എന്റെ അഭിപ്രായം. കാര്യമാക്കേണ്ടതല്ല, തെറ്റുകളിൽ നിന്ന് നമ്മൾ മാക്സിമം പഠിക്കുക എന്നുള്ളതാണ്. എന്താണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്, അതിനെ പഠിച്ചാൽ മാത്രമേ സക്സസ് ആവൂ. ഇനി എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ പുതിയ ആൾക്കാർക്ക്? അതായത് ഇതേ സ്റ്റേജിലൂടെ വരുന്ന ഒരുപാട് ആൾക്കാർ. ഇപ്പൊ ശബാന വന്ന് മോണിറ്റൈസേഷൻ ആയി, പക്ഷെ ഈ ജേർണിയിൽ 3 കൊല്ലം കൊണ്ടാണ് അല്ലെങ്കിൽ 2 കൊല്ലം കൊണ്ടാണ് പിന്നെ ഇപ്പോഴാണ് ആയത്. പക്ഷെ ഇതേപോലെ മുന്നോട്ട് വരുന്ന ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ട്? കാരണം പലരും തുടക്കത്തിൽ തന്നെ ഷോർട്ട് ഇട്ട് ഉറക്കുന്നുണ്ടാവും ചാനലിൽ. അപ്പൊ അങ്ങനെയുള്ളത് എന്താണ് പറയാനുള്ളത്? എന്തൊക്കെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനാണ് പറയാനുള്ളത്? ഷോർട്സ് ഇടുന്നത് മതിയാക്കുക, അല്ലെങ്കിൽ നമ്മൾ ഷോർട്സിന് മാത്രമായിട്ടൊരു ചാനൽ ആക്കുക. സത്യം പറയാൻ എനിക്ക് ഇപ്പോഴും പലപ്പോഴും ഷോർട്സ് അങ്ങ് വല്ലാതെ ഇടാനായിട്ട് എനിക്കൊരു ടെൻഡൻസി വരാറുണ്ട്. അത് അത്രയും ഷോർട്സ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. ഷോർട്സ് ഇടാനായിട്ട് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ ഷോർട്സ് ഇടുന്നത് പരമാവധി കുറയ്ക്കുക. പിന്നെ അത് സാറ് പറയും പോലെ അങ്ങനെ ഒരു ആഗ്രഹം വരികയാണെങ്കിൽ ആഴ്ചയിൽ 1-2 ഷോർട്സ് ഇട്ട് നിർത്തുക. പിന്നെ നമ്മുടെ തമ്പനയിൽ ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോസിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. വീഡിയോ പക്ക ക്വാളിറ്റിയിൽ ചെയ്യുക. തമ്പനയിലും അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഗ്രാജുവലി നമ്മുടെ ചാനൽ വളർന്നുള്ളൂ. 2 വർഷമായിട്ട് 2023 ചാനൽ തുടങ്ങി. 2 വർഷമായിട്ട് ഒരു 2 മാസം കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് മോണിറ്റൈസേഷൻ ആയി ശബാനയുടെ പിന്നെ ചാനല്. അതും അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് എനിക്ക് തോന്നുന്നു റീസെന്റ് ആയിട്ട് കയറി വന്ന 1-2 വീഡിയോ 45,000K ഒക്കെ ആയി. അപ്പൊ പഴയ വീഡിയോസിന്റെ മൊത്തം കൊണ്ടാണ് വന്നത് നമുക്ക് പറയാൻ പറ്റില്ല. റീസെന്റ് ആയിട്ട് വന്ന 2-3 ചാനലിന്റെ പെർഫോമൻസ് കൊണ്ടാണ് മോണിറ്റൈസേഷൻ ആയത്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇതേ ചേഞ്ചസ് നിങ്ങൾ മറ്റുള്ള ഈ വീഡിയോ കാണുന്ന ആളുകൾ വരുത്തി നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്കും ഇതേപോലൊരു സക്സസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം ശബാനയുടെ ഇടയ്ക്ക് ഞാൻ ഷബന എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ശബാന എന്നാണ് പേര്. അപ്പൊ ശബാനയുടെ വീഡിയോ ചാനൽ ഏതാണെന്നും ചാനലിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. അതുപോലെ നിങ്ങളെയും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റിൽ. അപ്പൊ നിങ്ങളും വരിക, ഇതേപോലെ സക്സസ് സ്റ്റോറീസ് പറയാന്നുള്ളതാണ് ഏറ്റവും വലിയ എന്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമാണ്. കുറെ ആൾക്കാർ നമ്മൾ ഇതേപോലെ ചാനലിലൂടെ വന്ന് അവരുടെ സക്സസിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പൊ അതിലേക്ക് ഈ കാണുന്ന ഓരോ ആളുകളെയും നിങ്ങളൊരു സെറ്റ് ചെയ്യുക, നിങ്ങളൊരു ഡ്രീമിന്റെ ഒരു ഭാഗമായിട്ട് മാറ്റുക. ഞാനും ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യും, എന്നിട്ട് ഇതുപോലെ സംസാരിക്കും. അത് കുറെ അങ്ങോട്ട് പോകണ്ട, ഒരു 2-3 മാസം കൊണ്ട് അല്ലെങ്കിൽ 4-5 മാസം കൊണ്ട് ഞാൻ ഇത് അച്ചീവ് ചെയ്യുമെന്ന് വിചാരിച്ച് പോകാം. ചിലവർക്ക് ഇൻഫിനിറ്റ് ആണ്, അതായത് അവർക്ക് നിശ്ചയമൊന്നും ഉണ്ടാവില്ല. ഇപ്പം എന്തെങ്കിലും ആവും എന്ന് പറഞ്ഞാൽ അതിപ്പം എന്തെങ്കിലത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും. കുറെ എന്തെങ്കിലും എത്ര കൊല്ലം ആവാനും. അപ്പൊ അതിന് പകരം നിങ്ങൾ 2-3 മാസം കൊണ്ട് ആവുന്ന രൂപത്തിൽ മാക്സിമം ഒരു 6 മാസം സെറ്റ് ചെയ്യുക. അതിനുള്ളിൽ ഞാൻ ഇതുപോലെ സക്സസ് ആയിട്ട് വരും. അതിന് വേണ്ട ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്താം, എന്നിട്ട് മുന്നോട്ടേക്ക് പോവാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടവരോട് പ്രത്യേകം പറയണ്ട, നിങ്ങൾ കമന്റ് ചെയ്യാനും സബ് ചെയ്യാനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ ഈ ഇപ്പം കോഴ്സിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്റെ നമ്പർ കൊടുക്കുക, ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഈ ഒരു പോഡ്കാസ്റ്റ് കണ്ട് വരുന്ന ആളുകൾക്ക് ഞാൻ എന്തായാലും
ഒരു ഓഫർ ഉറപ്പായിട്ടും തരുന്നതാണ്. അപ്പൊ നിങ്ങൾ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കാം.